പി വി അൻവർ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം നടത്തിയിരുന്നു. സർക്കാരിനെതിരെയുള്ള ഒരു പ്രതിഫലനമായിരിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത്. മാത്രമല്ല ജനങ്ങളും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു മത്സരം കൂടിയായിരിക്കും ഇത് എന്ന്. എന്താണ് അത് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. കേരളത്തിലെ ജനങ്ങൾ ആരുടെ കൂടെ നിൽക്കുന്നവരാണ്? കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് അത് കണ്ടു. കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ നല്ലതുപോലെ കാണുന്നവരാണ്. നിലമ്പൂരിലെ ജനങ്ങൾ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നിലമ്പൂരിന്റെ ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് നിലമ്പൂരിൽ നടന്നിട്ടുള്ളത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പുരോഗമനപരമായ നടപടികളുടെ ഭാഗമായിട്ടാണത്. ഇപ്പോൾ ഇന്നലെ നിലമ്പൂരിന്റെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായി ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന്. നിലമ്പൂർ ബൈപ്പാസിന് 272 കോടി രൂപയാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അത് നിലമ്പൂരിൽ അത് യാഥാർത്ഥ്യമാവുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ 1600 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 8 വർഷം കൊണ്ട് നിലമ്പൂരിൽ ആകെ നടന്നിട്ടുള്ളത്. ഈ പ്രളയം കാരണം തകരാറിലായിട്ടുള്ള എല്ലാ റോഡുകളും പാലങ്ങളും കവളപ്പാറ ദുരന്തത്തിൽ ഇരയായിട്ടുള്ള ആളുകളുടെ പുനരധിവാസം, ആശുപത്രി, ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നിലമ്പൂർ ആശുപത്രിയുടെ അംഗീകാരം മാറി. ആ രീതിയിൽ നിലമ്പൂരിലെ ജനങ്ങൾ ആകെ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും നിൽക്കുക. മറ്റത് അൻവറിന്റെ സ്വപ്നം മാത്രമാണ്. തിരിച്ചുള്ള കാര്യങ്ങൾ അത് കാലം തെളിയിക്കും. ഭരണ നേട്ടങ്ങളുടെ ഒരു പ്രതിഫലനമായിരിക്കും. തീർച്ചയായിട്ടും ഭരണ നേട്ടങ്ങളും അതിനോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. സംഘപരിവാർ അതിക്രമം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്ത് ഇടതുപക്ഷം സ്വീകരിക്കുന്ന തിളക്കമാർന്ന രാഷ്ട്രീയ നയം, അതിനോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേന്ദ്രം തുടർന്നു വരുന്ന ജനവിരുദ്ധ നിലപാടുകൾക്ക് വ്യത്യസ്തമായി ഒരു ബദൽ നയം രൂപീകരിച്ചുകൊണ്ടാണ് ഒരു നവകേരള കാഴ്ചപ്പാടുമായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്വീകാര്യതയാണ് അക്കാര്യത്തിൽ. ഇപ്പം മാലിന്യ സംസ്കരണം, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, അങ്ങനെ സാമൂഹ്യക്ഷേമ രംഗം, ലൈഫ്, അങ്ങനെ നിരവധിയാർന്ന പ്രവർത്തനങ്ങൾ, ഹൈവേ, മലയോര ഹൈവേ, ഇതെല്ലാം ജനം കാണുന്നുണ്ട്. ഇതെല്ലാം ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ K-ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനം നേരിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ട ഉണ്ടായിരുന്നു. ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ തകർക്കാം. ആ അജണ്ടയാണ് ഇവിടെ തകർക്കപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കും.